ഇത് പൊന്നാങ്കണ്ണി ചീരയാണ്. ഈ പൊന്നാങ്കണ്ണി ചീര അപൂർവമായിട്ടേ പൂക്കാറുള്ളൂ. ഇത് നടുന്നതും ഇതിൻ്റെ വിത്ത് പാകിയിട്ടല്ല, ഇതിൻ്റെ തണ്ട് ഒടിച്ചാണ് നടുന്നത്. അതായത് ഈ ഒരു ചെറിയ തണ്ടിന് 15-10 രൂപയൊക്കെ വില വരും, ഒരു കുഞ്ഞു തണ്ടിന്. ആമസോണിൽ അത്രയാണ് അതിൻ്റെ വില. അപ്പം ഞാനിത് പൂത്ത വിവരം നിങ്ങളെ ഒന്ന് അറിയിക്കാനും അതുപോലെ അനവധി ഗുണങ്ങളുള്ള ഈ പൊന്നാങ്കണ്ണി ചീരയുടെ ഉപയോഗവും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ ഒന്ന് പറയുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഗുണങ്ങളുള്ള പൊന്നാങ്കണ്ണി ചീരയാണെങ്കിലും അതിൻ്റെ ഉപയോഗത്തിൽ വ്യത്യാസമുണ്ട്. സാധാരണ ചീര പോലെയല്ല. ചിലർ ഇത് കഴിക്കാനും പാടില്ല, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. ഇത് കണ്ണിനെ പൊന്നാക്കും എന്ന് പറഞ്ഞാൽ നട്ടുച്ച നേരത്ത് വരെ നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും ഇത് ദിവസവും കഴിച്ചാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് ഇത് പൂത്തത് നിങ്ങളെ കാണിക്കാൻ പോകുന്നു. അതിനു മുമ്പായിട്ട് ഇതിൽ അല്പം ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്, അതും പറയുന്നുണ്ട്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് പരമാവധി എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ സന്മനസ് കാണിക്കുക. പണ്ട് കാലത്ത് ഇത് കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്തു വന്നിരുന്നതാണ് ഈ പൊന്നാങ്കണ്ണി ചീര. എന്നാൽ പലരും പച്ചക്കറികളോട് മുഖം തിരിച്ച് വെസ്റ്റേൺ രീതിയിലേക്ക് മാറിക്കൊണ്ടിരുന്നതിനാൽ ഈ ചീര കൃഷിയും നിലച്ചുപോയി. എന്നാൽ ഇപ്പോൾ ഇത് വീണ്ടും കൃഷി വ്യാപകമായി കേരളത്തിൽ കണ്ടുവരുന്നു. തമിഴ്നാട്ടിൽ പണ്ട് മുതലും ഇപ്പോഴും ഇത് സജീവമായി കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇതിൻ്റെ കൃഷി രീതികളും വളരെ എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ വിത്ത് കിട്ടാൻ സാധ്യതയില്ല, ഇത് അധികം പൂക്കില്ല, അതുകൊണ്ട് വിത്തും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തണ്ടാണ് കുത്തിവെക്കുന്നത്. ഞാനിത് ആമസോണിൽ നിന്ന് ഇതിൻ്റെ ഒരു തണ്ട് വാങ്ങിച്ചു. അത് അവർ ഒരാഴ്ച കഴിഞ്ഞിട്ടും അതിന് കേടുവരാതെ തണ്ട് എനിക്ക് കിട്ടി. അത് നട്ടതാണ്. ഇപ്പോൾ നിറയെ ഉണ്ട്, ഇവിടെ അപ്പുറത്തും ഉണ്ട്. അപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഇതിന് യാതൊരു പരിചരണത്തിൻ്റെ ആവശ്യമില്ല. സാധാരണ നനയും സൂര്യപ്രകാശവും മാത്രം മതി. സൂര്യപ്രകാശം തന്നെ വേണമെന്നില്ല. ഇത് സൂര്യപ്രകാശത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് ചുമന്ന് വരും. ഇപ്പോൾ തണലുള്ള ഭാഗത്ത് നിന്നാൽ ഇതുപോലെ പച്ച കളറായിട്ട് വരും. നേരിയ ഒരു കളർ വ്യത്യാസം മാത്രമേ ഇതിനുള്ളൂ. പച്ച നിറത്തിലാണിത്. സൂര്യപ്രകാശത്തിൽ നിൽപ്പുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിന് വയലറ്റ് കളറാണ് വരുന്നത്. ഇപ്പോൾ കാഴ്ചശക്തി കൂടാൻ വേണ്ടി സാധാരണ ചീര കഴിക്കുന്നത് നല്ലതാണ്. ഫൈബർ കൂടുതലുള്ളതാണല്ലോ ചീരയിൽ. അപ്പോൾ ഞാൻ ഇതും കഴിക്കാറുണ്ട്, സാധാരണ ചീരയും ദിവസവും കഴിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ കാഴ്ചശക്തിക്കൊന്നും യാതൊരു കുഴപ്പമില്ല, കണ്ണട വയ്ക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പോൾ ഇതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ഈ പൊന്നാങ്കണ്ണി ചീര കഴിച്ചതുകൊണ്ടാണോ കാഴ്ചശക്തി കൂടിയത് എന്ന് എനിക്കറിയില്ല. ആൾക്കാർ പറയുന്നത് അങ്ങനെയാണ്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള അകത്തിച്ചീരയിലാണ്. അത് നിങ്ങൾ കണ്ടു കാണും. ആ ചീര തന്നെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ പൊന്നാങ്കണ്ണി ചീരയാണ്. പൊന്നാങ്കണ്ണി ചീര ഇതുപോലെ തന്നെ കണ്ണിന് ഒരുപാട് ഗുണമുള്ളതാണ്. അപ്പോൾ ഞാനിത് പൂത്തത് കാണിച്ചു തരാം. അതിനു മുമ്പ് കുറച്ച് വിവരണങ്ങൾ പറയേണ്ടത് ആവശ്യമാണല്ലോ, അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമിത വണ്ണം കുറയ്ക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതുപോലെ ഒരു മാർഗ്ഗമാണ് ഈ ചീര ദിവസവും കഴിക്കുക എന്നുള്ളത്. വണ്ണം വളരെ കുറയും, ധാരാളം ഫൈബറുണ്ടല്ലോ. ഇപ്പോൾ സ്ഥിരമായി ഈ ചീര കഴിച്ചാൽ പ്രായമായവർക്ക് കണ്ണടയൊന്നുമില്ലാതെ തന്നെ വായിക്കാൻ സാധിക്കും. ഇപ്പോൾ എനിക്കും തോന്നുന്നത് അങ്ങനെയാണ്. ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ മാറാനും ഈ പ്രത്യേകിച്ച് ലിവറിലുണ്ടാകുന്നില്ലേ നീർക്കെട്ടുകൾ, അതൊക്കെ മാറാൻ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ അത് മാറുന്നതോടൊപ്പം തന്നെ നമുക്ക് മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങളൊക്കെ മാറ്റി നിർത്താനും സാധിക്കും. ഇപ്പോൾ സ്കിന്നൊക്കെ നന്നായി തിളങ്ങുന്നത് കൊണ്ട്, സ്കിന്നിലെ രോഗങ്ങളെ ചെറുക്കാൻ ഇതിന് സാധിക്കുന്നത് കൊണ്ട് ആൾക്കാരിത് അരച്ച് മുഖത്തിടാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരുമുണ്ട്, ഗുണം കൂടുതൽ കിട്ടാൻ വേണ്ടി. ഇത് രണ്ടും തെറ്റാണ്, ഇത് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ തീരില്ല അടുത്തെങ്കിൽ, അതുകൊണ്ടാണ് അത് പറയാത്തത്. ഏതായാലും നിങ്ങൾ കഴിക്കാൻ നല്ലതാണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇലകൾ പറിച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക. നന്നായിട്ട് ഇത് വെള്ളത്തിൽ കുതിർന്ന് വരണം.
അതിനുശേഷം ഇത് അരിഞ്ഞ് ഒന്നും കൂടി നന്നായി കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. കാരണം ഇതിൽ ഈ കാൽസ്യം ഓക്സലേറ്റിൻ്റെ അളവ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കാൽസ്യം ഓക്സലേറ്റ് അധികമാകുമ്പോൾ നമുക്ക് ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കിഡ്നി ഫെയിലിയർ ഉള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ സന്ധിവേദന ഉള്ളവർ അതും ഇത് ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ വേദനകളൊക്കെ ഇത് ഇല്ലാതെയാക്കും. പക്ഷേ സന്ധിവേദന ഉള്ളവർക്കും അത് കൂടാനും സാധ്യതയുണ്ട്. അതാണ് അതിലൊരു വ്യത്യാസം. സാധാരണ കുട്ടികൾക്ക് മുതിർന്നവർക്കും ഇത് ഒരുപോലെ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഇതാണ് ഞാൻ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഇതാണ് പൊന്നാങ്കണ്ണി ചീരയാണ്. വെയിലത്ത് നിൽക്കുന്നതുകൊണ്ട് കണ്ടോ, ഇതിൻ്റെ കളറ് കണ്ടോ, ഇത് വെയിലത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ കളർ ഇങ്ങനെ വരുന്നത്. ഇതിനും അതെ, വെയിലത്ത് നിന്നാൽ കളറിന് വ്യത്യാസം വരും. ഈ കളറ് വരും, അല്ലെങ്കിൽ പച്ച കളർ വരും. ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് പൂത്ത് വരുന്നു എന്ന് പറഞ്ഞത്. കണ്ടോ, ഇത് പൂത്ത് വരുന്നതാണ് ഈ കാണുന്നത്. ഇത് അങ്ങനെ അധികം പൂത്ത് വരാറില്ല. അത് ഇവിടെയൊക്കെ പൂത്തിട്ടുണ്ട് നന്നായിട്ട്. കണ്ടോ, ഇതൊക്കെ പൂത്തേക്കുന്നതാണ്. ഇത് പൂത്തതാണ്. അപ്പുറത്തും എല്ലാം പൂത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇതിലും പൂത്തിട്ടുണ്ടെല്ലാം. അപ്പോൾ പൂത്തതിൻ്റെയൊക്കെ തല കിള്ളിയെടുത്ത് നമുക്ക് തോരൻ വയ്ക്കാം, അല്ലെങ്കിൽ അത് വിത്തിന് വേണ്ടി നമുക്കിത് ഇടാം. വിത്ത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് ഇത് പൂത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എത്ര നാൾ കൊണ്ടാണ് വിത്ത് ഉണ്ടാവുന്നത്, വിത്ത് ഉണ്ടാവും ഇതൊന്നും എനിക്കറിയില്ല. എനിക്ക് പരീക്ഷിച്ച് നോക്കണം. ഞാൻ അതിനുവേണ്ടി അത് നിർത്തുകയാണ് കുറച്ച്. വേണ്ട, പൊന്നെടുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? ഈ കൃഷി ചെയ്യുന്നിടത്ത് പൂച്ച എന്തിനാണ് വന്ന് നിൽക്കുന്നത്? അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.